Hi students, in this class we study about the parity checkers. So yesterday class we have studied parity generators. Now in this class we study about the parity checkers. So B, that is parity checker. It is a logic circuit that checks the possible errors in the transmission. So what are the error which is caused in the transmission that is being checked in the parity checker. This circuit can be an even parity checker or odd parity checker depending on the type of the parity generated at the transmission end. When this circuit is used as even parity checker, the number of input bits must always be even. Number of input bits must always be even. When the parity error occurs, the some even output goes to low and some odd outputs goes high. That is parity error means two types of errors there. One is the parity error. The parity error will go high when the sum of the digits will not be even number. If it is the even parity, അതായത് ഇത് ഈവൻ പാരിറ്റി ചെക്കറായിട്ട് ഇതിൻ്റെ ഈവൻ പാരിറ്റി ചെക്കറിൽ അതായത് ഫോർ എക്സാമ്പിൾ സേ 1010 ഈ 1010ൽ ദ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം ഇതിൻ്റെ ചെക്കിങ് പാരിറ്റി എറർ ചെക്കർ പറഞ്ഞിട്ടുണ്ടാവും, PEC, അത് 0 ആവും. സോ ഇത് നിങ്ങളെ 3 ബിറ്റാണ്, അത് ABC ആണ്. ഇത് നിങ്ങളുടെ പാരിറ്റി ഇൻഡിക്കേറ്ററാണ്. ഇത് ഈ പാരിറ്റി ഇൻഡിക്കേറ്ററും ഈ ABC പറഞ്ഞ 3 ബിറ്റും കൂടിയിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, അത് നമുക്ക് ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് ആണ് വരുന്നുണ്ടെങ്കിൽ അത് സീറോസ് അവിടെ കാണിക്കും. ഇപ്പം ഇൻ കേസ് ഇവിടെ ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് അല്ല, ഇതിപ്പോൾ ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് ആണ് വന്നത്, സേ ലൈക്ക് ദിസ്, ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് ആണ് വന്നത്. അപ്പം പാരിറ്റി എറർ ചെക്കർ, in this condition the parity error checker will give high. Okay, so the error occurs, the sum of output goes high, and when there is no error the sum of output goes low. So ഇത് ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ എറർ ഉണ്ടാവാൻ പാടില്ല, അതായത് ഇത് 0 ആയിരിക്കണം. ഇത് 0 ആകുമ്പോൾ ഇത് ലോ ആവും, ഇത് 1 ആകുമ്പോൾ ഇത് ഹൈ ആവും, അത്രയേ ഉള്ളൂ. സോ ഇതാണ് പാരിറ്റി എറർ ചെക്കർ. ഇത് നിങ്ങളുടെ 3 ബിറ്റാണ്, 3 ബിറ്റ്. ഇത് നിങ്ങളുടെ പാരിറ്റി ഇൻഡിക്കേറ്ററാണ്. സോ ഇതിൽ നമ്മൾ ഈവൻ പാരിറ്റി ജനറേറ്റർ, അതായത് ഈവൻ പാരിറ്റി ജനറേറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്തു, നമ്മളെന്താ പഠിച്ചത്, അത് ഈവൻ പാരിറ്റി ആണെങ്കിൽ പാരിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് 0 വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഈവൻ പാരിറ്റിയിൽ ഓഡ് പാരിറ്റിയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും, 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ. സോ ABC പറഞ്ഞത് ഇവിടെ കൊടുത്തു, പാരിറ്റി 0 കൊടുത്തു, പാരിറ്റി എറർ ചെക്കർ എന്ത് ചെയ്തു, അത് ലോ ആയിട്ട് കാണിച്ചു, അത്രയേ ഉള്ളൂ. സോ ഇഫ് ദിസ് ലോജിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എൻ ഓഡ് പാരിറ്റി ചെക്കർ, ദി നമ്പർ ഓഫ് ഇൻപുട്ട് ബീറ്റ്സ് ഷുഡ് ബി ഓഡ്, അതായത് ഓഡ് പാരിറ്റി ചെക്കറാണ്. നെക്സ്റ്റ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈവൻ പാരിറ്റി ചെക്കറാണ്. ഇൻ കേസ് ഓഡ് പാരിറ്റി ചെക്കർ, ഈ ഒരു ഓഡ് പാരിറ്റി ചെക്കർ നോക്കാം. ഈ ഓഡ് പാരിറ്റി ചെക്കറിൽ ഇപ്പം 1011 ആണ്, സോറി 100 ആണ്, 100. ഈ 100 വെച്ചാൽ എന്തായത്, ഇതിപ്പോൾ ഓഡ് പാരിറ്റിയാണ്. ഓഡ് പാരിറ്റിയിൽ ഇത് A 1 ആണ്, B 0 ആണ്, C 0 ആണ്. അപ്പോൾ ഇവിടെ പാരിറ്റി എന്തായിട്ട് വരേണ്ടത്, അത് 0 ആണ് അല്ലേ. ഇത് ഓഡ് പാരിറ്റി ജനറേറ്ററിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്തു, അതായത് ഓഡ് പാരിറ്റി ജനറേറ്റ് ചെയ്തു. പിന്നെ ഇത് ഓഡ് പാരിറ്റി ചെക്കർ നോക്കി, ഇപ്പോൾ ഇത് പാരിറ്റി എറർ ചെക്കർ. ഈ പാരിറ്റി എറർ ചെക്കർ എന്ത് ചെയ്തു, അത് ചെക്ക് ചെയ്തിട്ട് ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് ആണോ ഇല്ലത്, അപ്പോൾ അത് ലോ കൊടുക്കും. ഇൻ കേസ് ഇവിടെ സംഭവിച്ചത് ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് അല്ല, ഇതിപ്പം ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് അല്ല, ഇത് ഇപ്പം 1 ആണ്, അപ്പോൾ ഹൈ ആണ്, 1 ആണ്, ഹൈ ആണ്. അത് ഇപ്പം ഇത് ചെക്ക് ചെയ്യും, അത് ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് ആണോ അതോ ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ
Similarly, if an error occurs, so if the even parity checker നോക്കാം, so if this logic circuit is used as an odd parity checker, the number of input bits should be odd. But if an error occurs, some odd goes low and some even output goes high. നേരത്തെ ഈവൻ പാരിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അതെന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാരിറ്റി എറർ ചെക്കർ അത് ലോ ആവും. പിന്നെ എറർ ഉണ്ടെങ്കിൽ അത് പാരിറ്റി എറർ ചെക്കർ ഹൈ ആവും. എറർ ഇല്ലെങ്കിൽ പാരിറ്റി എറർ ചെക്കറിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ബി സി അബൌട്ട് ദി ഈവൻ പാരിറ്റി ചെക്കർ. സോ എന്താണ് ഈ ഈവൻ പാരിറ്റി ചെക്കർ? സോ ഈവൻ പാരിറ്റി ചെക്കർ വിൽ ചെക്ക് ദി 4 bits. 4 bits means say your 3 input bits A, B, C plus parity bits. A, B, C and parity bits. ഈ 4 ബിറ്റ്സും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഈ 4 ബിറ്റ്സിലും ഈവൻ നമ്പർ വരുന്നുണ്ടോ നോക്കും. പാരിറ്റി എറർ ചെക്കർ ഈവൻ നമ്പർ ഉണ്ടോ നോക്കും. ആ ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലോ കാണിക്കത്തുള്ളൂ. ഈവൻ നമ്പർ ഇല്ലെങ്കിൽ അത് ഹൈ കാണിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 0 0 1 1 0 0 1. സോ ഈ 1 0 0 1ൽ ഇത് എന്താണ്? ഇത് 1 0 0 1ൽ ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണിക്കുക? അതെന്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കാണിക്കുക? അത് ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഔട്ട്പുട്ട് ലോ ആയിട്ട് കാണിക്കും. അതായത് എറർ ഇല്ല, അതിൽ എറർ ഇല്ല എന്ന് കാണിക്കും. അത് എറർ ഇല്ല കാരണം എന്താ? കാരണം ഇത് ഓഡാണ്, ഓഡ് ഇൻപുട്ടാണ്. അപ്പോൾ അതിൽ ഹൈ പാരിറ്റിയാണ് അത് വരണ്ടേ. ശരിയാണ്, അതിൽ എറർ ഇല്ല. അപ്പോൾ എറർ ഇല്ലാത്തതുകൊണ്ട് പാരിറ്റി എറർ ചെക്കർ അത് 0 ആയിട്ട് കാണിക്കും. ഓക്കെ, ഇൻ കേസ് ഇവിടെ 1 എന്ന് വന്നു കരുതുക. ഇത് ഈവൻ പാരിറ്റി ചെക്കറിൽ ഇത് ഓഡ് നമ്പർ വന്നു കരുതുക. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഒരു എറർ ഉണ്ട്. ആക്ച്വലി എന്താണ് എറർ? ഇവിടെ നോക്കുക, ഇവിടെ 1 0 1 ആണ്. അപ്പോൾ ഈ 1 0 1 നമുക്ക് എന്താ വേണ്ടത്? 1 ആണോ വേണ്ടത്? ഇല്ല. പാരിറ്റി ജനറേറ്ററിൽ എന്താ വേണ്ടത്? പാരിറ്റി ജനറേറ്ററിൽ 1 0 1 ആകുമ്പോൾ ഈവൻ പാരിറ്റിയാണ്. ഈവൻ പാരിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പി കൊടുക്കേണ്ടത്? പി 0 ആണോ കൊടുക്കേണ്ടത്? പക്ഷേ ഇവിടെ പി എന്താ കൊടുത്തിരിക്കണേ? 1 ആണ് കൊടുത്തിരിക്കണേ. അപ്പോൾ അത് എററാണ്. അപ്പോൾ ആ എററിന് 1 എന്ന് കാണിക്കും. എറർ വന്നു കഴിഞ്ഞാൽ അവിടെ 1 എന്ന് കാണിക്കും. സോ അങ്ങനെയാണ്. അതായത് ഈവൻ പാരിറ്റിയിൽ ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും പാരിറ്റി എറർ ചെക്കർ. ഈവൻ പാരിറ്റി ചെക്കർ അത് 1 ആയിരിക്കും. പിന്നെ ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ അത് അതായത് ഈവൻ പാരിറ്റി ചെക്കറിൽ ഈവൻ നമ്പേഴ്സ് ഓഫ് 1 വന്നു കഴിഞ്ഞാൽ പാരിറ്റി എറർ ചെക്കറിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് ഇത് ലോ ആയിരിക്കും, ഇത് ലോ ആയിരിക്കും. ഇത് 0 ആണ് എന്നുണ്ടെങ്കിൽ ഇത് ലോ ആയിരിക്കും. ഇൻ കേസ് അത് 0 അല്ല, ഇത് 1 ആണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എറർ ഉണ്ടെന്ന് അത് കാണിക്കും. അത് എറർ ഉണ്ടല്ലോ, ഇതാ 1 0 1 ആണ്, അത് ഈവൻ പാരിറ്റിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? സോ ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ വേണ്ടത് 0 ആണ്. പക്ഷേ എന്താ നേരത്തെ ഇപ്പം കാണിച്ചിരിക്കണേ? ഇവിടെ 1 ആണ് കാണിച്ചിരിക്കണേ. അതുകൊണ്ട് ഇത് എറർ ഉണ്ടെന്ന് പറയും. ഓക്കെ, സോ സിൻസ് ദി ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് വിത്ത് ഈവൻ പാരിറ്റി, 4 bits received at the circuit must have even numbers of ones. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈവൻ പാരിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ 4 bits ഏത് നമ്പേഴ്സ് ഓഫ് വൺസ് ഉണ്ടാവണം? ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് ഉണ്ടാവണം. ഇഫ് എനി എറർ occurs, the received message consists of odd numbers of ones. The output of the parity checker is denoted by parity error checker. If any error occurs, the received message consists of odd numbers of 1. അതായത് ഈ റിസീവ്ഡ് മെസ്സേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഈ റിസീവ്ഡ് മെസ്സേജ് ഓഡ് നമ്പർ ഓഫ് 1 ആണ് കിട്ടുക. അപ്പോൾ ഇപ്പം കിട്ടുന്ന എന്താ? A, B, C പാരിറ്റി. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെയല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കാം 1 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? A, B, C പാരിറ്റി എന്താണ്?
സീറോ ആണ്, ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, പാരിറ്റി എറർ ചെക്കർ എന്താണ്, അത് സീറോ ആണ്. ഓക്കെ. ഇൻ കേസ് ഇവിടെ സംഭവിച്ച് നോക്കുക, ഇവിടെ ഈ ഒരു സ്ഥലത്ത് അബദ്ധത്തിൽ ഇത് 1 ആയിപ്പോയി. അബദ്ധത്തിൽ ഇത് 1 ആയിപ്പോയി. അപ്പോൾ 1 ആവാൻ പാടുണ്ടോ? 1 ആവാൻ പാടില്ല. അപ്പോൾ ഇത് 1 ആയിപ്പോയാൽ ഈ പാരിറ്റി എറർ ചെക്കർ എന്താ പറയും, അവിടെ ഒരു എറർ ഉണ്ടെന്ന് കാണിക്കും അല്ലേ. ശരിക്കും ഇവിടെ ഒരു എറർ ഉണ്ട്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ പാരിറ്റി എറർ ചെക്കർ ഹൈ ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ പാരിറ്റി എറർ ചെക്കർ സീറോ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. The below table shows the truth table for the even parity checker in which PEC is equal to 1 if the error occurs, and that is 4 bits received have odd numbers of ones, and PEC is equal to 0 if no error occurs, that is 4 bits message have even numbers of 1. So ഈ truth table നോക്കുക. So ഈ truth table A B C D ഇവിടെ ചെക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. ഇവിടെ എ ബി സി ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ്? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. A0 B0 C0 D0. അപ്പോൾ അത് പാരിറ്റി എറർ ചെക്ക് എന്ത് ചെയ്തു, അത് 0 ആയിരിക്കും. ഇനി അടുത്ത് നോക്കുക, 0 0 0 0. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും, ഓഡ് നമ്പർ ഓഫ് 1 അല്ല കിട്ടുക. അപ്പോൾ അവിടെ പാരിറ്റി എറർ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്യാം. പിന്നെ ഇതിപ്പം ഇവിടെ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ 0 + 0 + 1 + 1. അപ്പോൾ എന്ത് ചെയ്തു, 1 + 1 2 ആയി. 2 വരുമ്പോൾ എന്ത് ചെയ്തു, ഈവൻ അല്ലേ. ഈവൻ ആകുമ്പോൾ അത് 0 ആയിരിക്കും. സോ ഇവിടെ നോക്കുക, 1 ആണ്. 1 ആകുമ്പോൾ എന്ത് ചെയ്തു, അത് 1 ആണ്. ഓക്കെ. സോ പിന്നെ അടുത്ത് നോക്കുക, 2 ആണ്. 1 + 1 = 2. 0 + 1 + 1 + 0 that is 2. 2 വരുമ്പോൾ ഈവൻ നമ്പറാണ്, അത് 0 ആയി. പാരിറ്റി എറർ ചെക്കർ 0 കൊടുത്തു. സോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾ ABCD പറഞ്ഞിട്ട് കെ മാപ്പിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. ഈ കെ മാപ്പിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾ A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് ഇല്ലേ, അത് നിങ്ങൾ കോമൺ ആയിട്ട് എടുക്കുക. A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് ഇൻറ്റു ഇതാ ഇത് കാണുന്നില്ലേ നിങ്ങൾ, 0 1 കാണുന്നില്ലേ, ഈ 0 1 കാണുന്നില്ലേ, ഇതിൽ നിങ്ങൾ C കോംപ്ലിമെൻറ്റ് D എന്ന് എടുക്കുക. പ്ലസ് ഇത് കാണുന്നില്ലേ നിങ്ങൾ 1 1 0, അതിൽ C × D കോംപ്ലിമെൻറ്റ് എടുക്കുക. ഓക്കെ, അതിൽ C × D കോംപ്ലിമെൻറ്റ് എടുക്കുക. അതിവിടെ കാണിച്ചു തരാം. ഇത് നോക്കണേ, ഇതാണ് ഞാനിവിടെ എഴുതുന്നത്. A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് ഇത് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എടുത്തിട്ട് ഇത് രണ്ടും കോമൺ അല്ലേ, അപ്പോൾ ഇത് C കോംപ്ലിമെൻറ്റ് D പ്ലസ് C കോംപ്ലിമെൻറ്റ് D ആണ്. C കോംപ്ലിമെൻറ്റ് D പ്ലസ് C × D കോംപ്ലിമെൻറ്റ് വന്നു. ഇനി അടുത്തത് എന്താ, ഇതാ A കോംപ്ലിമെൻറ്റ് B ഇൻറ്റു C കോംപ്ലിമെൻറ്റ് D കോംപ്ലിമെൻറ്റ് പ്ലസ് ഇതാണ് ഞാൻ എഴുതുന്നതാ, C കോംപ്ലിമെൻറ്റ് D കോംപ്ലിമെൻറ്റ് പ്ലസ് C × D. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, C × D. അതേപോലെ നിങ്ങൾ ഇതും എഴുതിയേ, നിങ്ങൾ ഇതും എഴുതാൻ പറ്റുമല്ലോ. അതായത് AB ഇൻറ്റു C കോംപ്ലിമെൻറ്റ് D പ്ലസ് ഇത് C കോംപ്ലിമെൻറ്റ് D പ്ലസ് C × D കോംപ്ലിമെൻറ്റ്. നോക്കിയട്ടെ, അതേപോലെ തന്നെയാണ് ഇവിടെ വന്നതെന്ന് നോക്കിയേ അല്ലേ. A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, A കോംപ്ലിമെൻറ്റ് B ഇതാ ഇവിടെ. ഇത് കണ്ടില്ലേ, AB കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, A × B കോംപ്ലിമെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് C കോംപ്ലിമെൻറ്റ് D പ്ലസ് C × D കോംപ്ലിമെൻറ്റ് എന്താണ്, അതൊരു XOR ഗേറ്റ് ആണ്. അപ്പോൾ C കോംപ്ലിമെൻറ്റ് D
പ്ലസ് ഡി ഇൻറ്റു സി കോംപ്ലിമെൻറ്റ്, ഡി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി വന്നു കഴിഞ്ഞാൽ സി എക്സോർ ഡി ആണ്, സി എക്സോർ ഡി ആണ്. അതേപോലെ സി ഇൻറ്റു ഡി അല്ല, ഇതേപോലെ ഇതും വന്നു എഴുതുക. അതേപോലെ നിങ്ങൾക്ക് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ബി എന്ന് വന്നു കഴിഞ്ഞാലോ അത് ബി എക്സോർ സി ആണ്, ബി എക്സോർ സി ആണ്. അതേപോലെ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ വന്നു കഴിഞ്ഞാലോ അത് എ എക്സോർ ബി ആണ്. ഓക്കെ, സോ ഇതേ രീതിയിൽ നിങ്ങൾ എഴുതണം. ഓക്കെ ഫൈൻ, ഒരു മിനിറ്റ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എഴുതണം. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഒരു മിനിറ്റ്. ശരി, ഇനി നിങ്ങൾ അടുത്തത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി സി എക്സോർ ഡി ആയി, സി എക്സോർ ഡി ആയി, സി എക്സോർ ഡി ആയി, സി എക്സോർ ഡി കോംപ്ലിമെൻ്റ് ആയി. സോ ഇതെന്താ സംഭവം? സോ സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഡി എന്താണ്? സി എക്സോർ ഡി കോംപ്ലിമെൻ്റ് ആണ്. സി എക്സോർ ഡി കോംപ്ലിമെൻ്റ് എന്താണ്? സി എക്സ്നോർ ആണ്, എക്സ്നോർ ആണ്, എക്സ്നോർ ഗേറ്റ് ആണ്. സോ എക്സ്നോർ ഗേറ്റ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി, അതേപോലെ സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഡി, അതേപോലെയാണ് എക്സ്നോർ ഗേറ്റ് എക്സ്പ്രസ് ചെയ്യുക. സോ എക്സ്നോർ ഗേറ്റ് ഈസ് ഈക്വൽ ടു, ശരിക്കും ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക വെച്ചാൽ സി എക്സ്നോർ ഡി എന്ന് എക്സ്പ്രസ് ചെയ്യുക. സി എക്സ്നോർ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? സി എക്സോർ ഡി കോംപ്ലിമെൻ്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഈ ക്ലാസ്സിൽ പറയാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടും. സോ അത് ഇതേപോലെ രണ്ട് എക്സ്പ്രഷൻ വന്നു. അപ്പോൾ ഈ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റും എ ബിയും കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ സി എക്സോർ സി ഡി, സി എക്സോർ ഡി വരും, അത് കോമൺ ആയിട്ട് ഇവിടെ എടുത്തു. നോക്കുക, ഈ സി എക്സോർ ഡി കോമൺ ആയിട്ട് വന്നു, അത് ഇവിടെ കോമൺ ആയിട്ട് എടുത്തു. എ ബി കോംപ്ലിമെൻ്റ് എടുത്തു. പിന്നെ അത് സി എക്സ്നോർ ഡി ഇവിടെ വന്നു, അത് കോമൺ ആയിട്ട് എടുത്തു. അപ്പം എ ഇത് വന്നു. സോ ഇതെന്താ? ഇത് നിങ്ങൾ ഇതെന്തായിട്ട് വരും? ഇത് എ എക്സോർ ബി കോംപ്ലിമെൻ്റ് ആയിട്ട് വരും. എ എക്സോർ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി എക്സോർ ഡി. പിന്നെ ഇതെന്താ? എ കോംപ്ലിമെൻറ്റ് ബി എന്തായിട്ട് വരും? ഇതെന്തായിട്ട് വരും? ഇത് ഞങ്ങൾക്ക് എ എക്സോർ ബി ആയിട്ട് വരും. സോ എ എക്സോർ ബി ഇൻറ്റു സി എക്സോർ ഡി കോംപ്ലിമെൻറ്റ്. സോ ഇത് രണ്ടും ഇത് രണ്ടും എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ, ആ ഫോമിലേക്ക് ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും? എ എക്സോർ ബി കോംപ്ലിമെൻറ്റ് സി എക്സോർ ഡി എന്ന്, എ എക്സോർ ബി എക്സോർ സി എക്സോർ ഡി എന്ന് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ എത്ര എക്സോർ ഗേറ്റ് വേണം? 3 എക്സോർ ഗേറ്റ് ഇവിടെ വേണ്ടി വരും. സോ ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. So the above logic expression for even parity checker can be implemented by using 3 XOR gates as shown in figure. If received message consists of 5 bits, then one more XOR gate is required for even parity checking. So അതേപോലെ 4 ബിറ്റ് ആണെങ്കിൽ അത് 3 XOR ഗേറ്റ് വെച്ചിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ 0 1 1 1 എന്ന് കൊടുത്തു. ഈ 0 1 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കിട്ടും? ഇവിടെ 1 കിട്ടും, ഇവിടെ കിട്ടുന്ന ഞങ്ങൾക്ക് 0 കിട്ടും അല്ലേ? 0 കിട്ടും. അപ്പോൾ 1 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 1 കിട്ടും. സോ പാരിറ്റി എറർ ചെക്കറിൽ എന്ത് ചെയ്തു? അത് 1 വരും. അത് 0 1 1 1 0 1 1 1ൽ എന്തായിരിക്കും? പാരിറ്റി എറർ ചെക്കറിൽ എന്താണോ 1 ആവണം. നോക്കാം അത് ശരിയാണോ എന്ന് നോക്കാം. നിങ്ങൾ ഓർമ്മ വേണേ, 0 1 1 1 ആണ്. നോക്കാം, 0 1 1 1 ഇതാ ഇവിടെ കണ്ടില്ലേ? 0 1 1 1ൻ്റെ പാരിറ്റി എറർ ചെക്കർ എന്താണ്? അത് 1 ആണ്. സോ ആ ഗേറ്റ് എന്താണ്? ഗേറ്റ് വാലിഡ് ആണ്, ആ ഗേറ്റ് ശരിയാണ്. സോ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഓഡ് പാരിറ്റി ചെക്കർ നോക്കുക. ഈ ഓഡ് പാരിറ്റി ചെക്കർ ഇവൻ പാരിറ്റി ചെക്കർ പോലെ തന്നെയാണ്. ഇതിപ്പം സം ഓഫ് ദി 3 ബിറ്റ്സ്, ഇവിടെ സം ഓഫ് ദി 3 ബിറ്റ്സ് ഓഡ് ആണെങ്കിൽ ഇവിടെ എന്ത് ഉണ്ടാവും? ഇവിടെ സം ഓഫ് ദി 3 ബിറ്റ്സ്, ഇത് 3 ബിറ്റാണ്, ഇത് പാരിറ്റി ബിറ്റാണ്.
ഇത് പാരിറ്റി ബിറ്റാണ്, ഇത് പാരിറ്റി ചെക്കറാണ്, ഇത് പാരിറ്റി ചെക്കറാണ്. ഈ പാരിറ്റി ബിറ്റ് 3 ബിറ്റും പാരിറ്റി ബിറ്റ് 0 ആണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് എറർ വന്നു. അപ്പോൾ 3 ബിറ്റും പാരിറ്റി ബിറ്റ് 1 ആണെങ്കിൽ ഇതെന്താ എറർ ഇല്ല. ആക്ച്വലി ഇത് എന്താ പാരിറ്റി ചെക്കറിൽ 1 ആണ് വരേണ്ടത്. അപ്പോൾ 0 വന്നാൽ എന്താ അത് എററാണ്. അപ്പോൾ എറർ ആയതുകൊണ്ടാണ് അതവിടെ എററിന് കാണിക്കുന്നത്. സോ അതേപോലെ ഇവിടെ നോക്കാം. ഇവിടെ സം ഓഫ് ദി വൺസ് എന്താണ് ഓഡാണ്, സം ഓഫ് ദി വൺസ് ഓഡാണ്. അപ്പോൾ ഓഡാണുമ്പോൾ അത് പാരിറ്റി എറർ ചെക്കറിൽ എറർ ഇല്ല എന്ന് കാണിച്ചു. സോ അങ്ങനെ എറർ ഉണ്ടാവില്ല. സോ ഇവിടെ എന്താ നോക്കുന്നത് വെച്ചാൽ ഇവിടെ സം ഓഫ് ദി, സോ ഹിയർ ദേ ആർ സീയിങ് ദാറ്റ് ദി സം ഓഫ് ദി 3 ബിറ്റ്സ് പ്ലസ് ദിസ് D 4 bits, sum of the 4 bits should not be even. If it is even, it is indicated as 1. See here, if it is say here it is even, that is 0 plus 1 plus 0 plus 1. So that is why they are indicated here it as 1. Okay, I think you got the concept. Then we need to write it down in the K-map. And K-map reduction, I told you, we have to just take down A complement, B complement, and take C complement, D complement plus this one CD. Like that you take down and you add this one. അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് P is equal to A XNOR B XNOR C XNOR D എന്ന് കിട്ടും. അതായത് അത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. സോ അത് നമുക്ക് ഇങ്ങനെയായിട്ട് എടുക്കാം. A XNOR B XNOR C XNOR D ഇങ്ങനെയായിരിക്കും കിട്ടുക. CP. ഓക്കെ. സോ ഈ XNOR ഗേറ്റിൽ എത്ര എണ്ണം വേണ്ടി വരും? ഇവിടെ XNOR ഗേറ്റ് 3 XNOR ഗേറ്റ് വേണം. സോ ഇവിടെ 3 XNOR ഗേറ്റ് വേണം. സോ ഇവിടെ ഇത് വെച്ച് തിങ്ക് ചെയ്യാം. ഇപ്പോൾ 0 അല്ല, ഇവിടെ 0 1 1 1 എന്ന് കൊടുക്കുക. ആ ഇൻപുട്ട് തന്നെ 0 1 1. അപ്പോൾ 0 1 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇൻപുട്ടിനെ നേരത്തെ എന്താ 0 1 കൊടുത്താൽ 1 ആയിരുന്നു അല്ലേ? അപ്പോൾ XNOR ആകുമ്പോഴോ ആ 1 നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഇൻവെർട്ട് ചെയ്യുക. ആ 1 ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടും. അപ്പോൾ 1 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നേരത്തെ 0 കിട്ടും. 0നെ നിങ്ങൾ ഇൻവെർട്ട് ചെയ്യുക, അത് 1 ആവും. അപ്പോൾ 1 0 കൊടുത്തു. 1 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 0 കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ എന്തായിരുന്നു? നിങ്ങൾക്ക് 1 ആയിരുന്നു, അത് നിങ്ങൾ ഇൻവെർട്ട് ചെയ്യുക, 0 ആയിരുന്നു. അപ്പോൾ പാരിറ്റി എറർ ചെക്കർ എന്ത് ചെയ്തു? അത് 0 ആയിരിക്കണം. 0 1 1 1 എന്ത് ചെയ്യുന്നു? പാരിറ്റി എറർ ചെക്കർ 0 ആയിരിക്കണം. നോക്കാം അവിടെ 0 1 1 1 0 1 1 1 പാരിറ്റി എറർ ചെക്കർ എന്താണ്? 0 ആണ്. സോ അപ്പം ഈ ഗേറ്റ് കറക്റ്റാണ്. ഇപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷന് കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങളൊന്നും ക്ലാസ് 3 4 വട്ടം ഇത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കുക. ഫോം വിളിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചോദിച്ചിട്ട് നിങ്ങൾ ഇത് ക്ലാരിഫൈ ചെയ്യുക. എക്സാമിന് ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ബൈ.